ഒരു കാത്തിരിപ്പിന്റെ യാത്രയാണിത്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പൊ ഞങ്ങളിപ്പോ പോണത് മംഗലം വേലക്കാട്ടോളി. അപ്പൊ ഈ കൊല്ലത്തെ വേലകളൊക്കെ അവസാനിച്ചു. ചന്തപ്പോനെ മംഗലം വേല കണ്ടിട്ട് വരണം. നമ്മുടെ വള്ളുവനാട്ടിലെ ഉത്സവങ്ങളൊക്കെ തുടങ്ങുന്നത് ഭീമനാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തോട് കൂടിയിട്ടാണ്. അവസാനിക്കുന്നതോ നമ്മുടെ സ്വന്തം പോത്തൊഴിക്കാവ് പൂരത്തോട് കൂടിയിട്ട്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ വെടിക്കെട്ടോട് കൂടിയിട്ടുള്ള ഉത്സവങ്ങളൊക്കെ തുടങ്ങുന്നത് പാടൂരിൽ നിന്നാണ്. എന്തായാലും അവസാനിക്കുന്നത് മംഗലത്തിലും. എന്തായാലും മംഗലം വേല ചന്തം പോലെ കഴിഞ്ഞിട്ടോളി. ഉള്ളത് പറയട്ടെ, നല്ല വിഷമത്തിലാണ് അവിടെ നിന്ന് വന്നത്. കാരണം ഇത്രയും കാലം വേലപ്പറമ്പ് പൂരപ്പറമ്പ് പറഞ്ഞ് ഓടി ഓടി നടന്നു. പക്ഷെ ഇനിയോ 6 മാസക്കാലം മിണ്ടാണ്ടിരിക്കണം. പക്ഷെ ഈ വെടിക്കെട്ട് നടക്കുന്ന അതേ ചന്തത്തിലും പ്രൗഢിയിലും തന്നെ ഈ വർഷത്തെ എല്ലാ ഉത്സവങ്ങളും അതിഗംഭീരമാക്കിയ എല്ലാ ആൾക്കാർക്കും മനസ്സുകൊണ്ട് നന്ദി പറയട്ടേട്ടോളി. പിന്നെ ഈ നന്ദിൻ്റെ വലിയൊരു ഭാഗം നിങ്ങൾക്ക് കൊണ്ടിട്ടോളി. കണ്ടിരിക്കുന്ന നിങ്ങളും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒരുപാട് പേരിനെ അറിയിച്ചില്ലേ, അവർക്കൊക്കെ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് മനസ്സ് നിറഞ്ഞ നന്ദി ഞങ്ങൾ പറയാണ്. എന്തായാലും വേല കഴിഞ്ഞ് ആന പോയപ്പോൾ മനസ്സിൽ അങ്ങനെ വിഷമമായി. പൂരപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന സൗഹൃദങ്ങളും അതുപോലെയുള്ള സ്നേഹബന്ധങ്ങളും ഒക്കെ എന്നും നിലനിർത്താൻ കൊതിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ കൊച്ചു കൂട്ടുകാരനെ അടക്കം എനിക്ക് മംഗലത്ത് നിന്ന് കിട്ടിയതാണ്. എന്തായാലും ചന്തം പോലെ ഒരു പൂരക്കാലത്തിനും കൂടി അവസാനമായി. നമ്മുടെ കാവശ്ശേരിക്കാരൻ ടാറ്റ തന്നിട്ട് ഞാൻ അവിടെ നിന്ന് പന്തലിൽ നോക്കിയപ്പോൾ നമ്മുടെ കാത്തു കുറേ നേരം ആ കാർട്ടൂൺ ആലോചിച്ച് നിന്നപ്പോൾ ഇനിയൊരു വേലക്കാലത്തിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന മനസ്സുകൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. ശരി എന്നാൽ ഞാൻ പോണു.